ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അബുദാബിയിലെ പ്രധാന റോഡ് അടച്ചിടുന്നു. എമിറേറ്റിൽ റോഡ് അടച്ചിടുമെന്നും ഗതാഗത തടസ്സമുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. വാഹനമോടിക്കുന്നവർ തങ്ങളുടെ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശിക്കുന്നു. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡിലെ വാരാന്ത്യ റോഡ് ക്ലോസർ 2024 മെയ് 17 വെള്ളിയാഴ്ച മുതൽ ഓഗസ്റ്റ് വരെ നടക്കും. ഈ അടച്ചുപൂട്ടലിന്റെ ഭാഗമായി അബുദാബിയിലേക്കുള്ള 2 വലത് പാതകൾ താൽക്കാലികമായി ഭാഗികമായി അടച്ചതായി ഗതാഗത അതോറിറ്റി അറിയിച്ചു. അടച്ചിടൽ മെയ് 17 വെള്ളിയാഴ്ച രാത്രി 10 മണി മുതൽ മെയ് 20 തിങ്കളാഴ്ച രാവിലെ 6 മണി വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. അൽ ഐനിലെ റോഡ് 3 മാസത്തേക്ക് അടച്ചിടുമെന്നും അൽ ഐനിലെ ID മൊബിലിറ്റി റോഡുകൾ മെയ് 15 ബുധനാഴ്ച മുതൽ 3 മാസത്തേക്ക് ഭാഗികമായി അടച്ചിടുമെന്നും പ്രഖ്യാപിച്ചു. UAEയിൽ നേരിയ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാത്രി 9:57 ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 1.9 തീവ്രത രേഖപ്പെടുത്തി. അൽ ഹലായാണ് പ്രഭവ കേന്ദ്രമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നേരിയ ചലനം മാത്രമാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് UAEയിൽ താമസിക്കുന്നവരും പറഞ്ഞു. അടച്ചിട്ട ദുബായ് മെട്രോ സ്റ്റേഷനുകൾ ഉടൻ തുറക്കും. ഏപ്രിലിൽ പെയ്ത മഴയെ തുടർന്ന് ഓൺ പാസീവ്, ഇക്വിറ്റി, മഷ്റിഖ് എനർജി എന്നീ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. അത് താമസക്കാരുടെ ദൈനംദിന യാത്രകളെ തടസ്സപ്പെടുത്തുകയും ഇതര ഗതാഗത മാർഗങ്ങൾ തേടാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ മെട്രോ സ്റ്റേഷനുകൾ വീണ്ടും തുറക്കുന്നതിനായി യാത്രക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മെയ് 28 4 പ്രധാന ദുബായ് മെട്രോ സ്റ്റേഷനുകൾ വീണ്ടും തുറക്കുന്നത്. കഴിഞ്ഞയാഴ്ച റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഏപ്രിൽ പകുതിയോടെ എമിറേറ്റിൽ കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന 4 ദുബായ് മെട്രോ സ്റ്റേഷനുകൾ മെയ് 28 പതിവ് പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയായതിനു ശേഷമായിരിക്കും പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ യാത്രക്കാർ ഗതാഗത നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും അറിഞ്ഞിരിക്കണമെന്നും മസ്കറ്റ് നഗരസഭ ആവശ്യപ്പെട്ടു. ഓരോ ഭാഗങ്ങളിലും ഘട്ടം ഘട്ടമായാണ് എക്സ്പ്രസ് വേ നവീകരണം നടത്തുന്നത്. അവ യാത്രക്കാരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അറിയിക്കും. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി എക്സ്പ്രസ് വേ പൂർണ്ണമായും അടച്ചിട്ടില്ല. മദീനത്തുൽ ബ്രിഡ്ജിനും ഖുറം സിറ്റി സെന്റർ ബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്ത് മത്രയിലേക്കുള്ള ലൈൻ മാത്രമാണ് നിലവിൽ അടച്ചിട്ടുള്ളത്. മറ്റ് പാതകൾ സാധാരണ നിലയിൽ ഉപയോഗിക്കാം. താൽക്കാലികമായി അടച്ചിട്ടുള്ള ഭാഗത്ത് പകരം പാതകളും തുറന്നിട്ടുണ്ടെന്ന് മസ്കറ്റ് നഗരസഭ വ്യക്തമാക്കി. എക്സ്പ്രസ് വേയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 മാസക്കാലം എക്സ്പ്രസ് വേ ഭാഗികമായി അടയ്ക്കുമെന്ന് നഗരസഭ അറിയിച്ചിരുന്നു. എന്നാൽ യാത്രക്കാരിലുണ്ടായ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് അധികൃതർ ഗതാഗത നിയന്ത്രണത്തിൽ കൃത്യത വരുത്തിയിരിക്കുകയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തവരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും വ്യക്തമാക്കി. ഒമാനിൽ അടുത്തിടെ ഉണ്ടായ ഉയർന്ന മഴ ജലകുളങ്ങളും നനഞ്ഞ പ്രദേശങ്ങളും രൂപപ്പെടുത്തുകയും കൊതുകുകളുടെ വ്യാപനം വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളെ കരുതിയിരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ശൈത്യകാലം മുതൽ വേനൽക്കാലം വരെയുള്ള കാലാവസ്ഥ പരിവർത്തന ഘട്ടത്തിൽ പാരിസ്ഥിതികമായ കാരണങ്ങൾ കൊണ്ട് കൊതുകുകളും പ്രാണികളും വ്യാപകമായി പടരും. ഉയർന്ന ഈർപ്പവും താപനിലയും വഴി ദ്രുതഗതിയിലുള്ള കൊതുകുകളുടെ പുനരുൽപാദനം ഇവ വ്യാപിക്കാനും ഇടയാക്കും. പ്രതിരോധവും നിയന്ത്രണവും ആരോഗ്യ ബോധവൽക്കരണവും കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കലുമാണ് ഇതിന് പരിഹാരം. മഴയ്ക്കു ശേഷം രൂപപ്പെട്ട ജലാശയങ്ങളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികൃതർ ഓർമ്മിപ്പിച്ചു. ദീർഘനാളത്തേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നത് സൂക്ഷ്മാണുക്കൾ വളരാൻ സാധ്യത ഉള്ളതിനാലാണിത്. എല്ലാവരുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും കൂട്ടിച്ചേർത്തു. രാജ്യത്തെ റോഡുകളിൽ അനുമതിയില്ലാതെ സ്പീഡ് ബ്രേക്കറുകൾ നിർമ്മിച്ചാൽ നടപടിയെന്ന് മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ്. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും മുൻകൂർ അനുമതി സ്വന്തമാക്കണം. മുന്നറിയിപ്പുകൾ നൽകുന്നതുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഇവ സ്ഥാപിക്കാനെന്നും നഗരസഭ വ്യക്തമാക്കി. അതേസമയം റോഡിൽ ചില സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്താത്ത സ്പീഡ് ബ്രേക്കറുകളുണ്ടെന്ന് ഡ്രൈവർമാർ പരാതിപ്പെടുന്നു. ഇത് കാരണം ഹമ്പുകൾ പെട്ടെന്ന് കാണുകയും നിർത്താൻ ശ്രമിക്കുമ്പോൾ വാഹനത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്യുന്നതായും റിപ്പോർട്ട് ചെയ്തു. ഇന്റേണൽ റോഡുകളിലാണ് ഇത്തരത്തിൽ ഹമ്പുകളുള്ളതും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും.
സ്പീഡ് ബ്രേക്കറുകൾ കാണാതെ പെട്ടെന്ന് ബ്രേക്കിടുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. പിറകിലോ സമീപത്തോ വാഹനങ്ങളുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾക്കും കാരണമാകും. ഇങ്ങനെ വാഹനങ്ങളില്ലാത്തതിനാലാണ് പലരും രക്ഷപ്പെടുന്നത് എന്നും ഡ്രൈവർമാർ പറയുന്നു. രാത്രിയിലാണ് വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. സ്പീഡ് ബ്രേക്കറുകൾ അടയാളപ്പെടുത്തുന്നതിനോടൊപ്പം പ്രത്യേക ലൈറ്റിംഗ് സംവിധാനവും ഒരുക്കിയാൽ ഉപകാരപ്രദമാകും. ആവശ്യത്തിന് സൂചനാ ബോർഡുകൾ ഉണ്ടെങ്കിലും ഹമ്പുകൾ അടയാളപ്പെടുത്താത്തത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അസൗകര്യമായി നിലകൊള്ളുകയാണ്. ഹമ്പുകൾ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ സൂചനാ ബോർഡുകൾ കാണാം. ഇത് ശ്രദ്ധയിൽപ്പെടാത്തയാൾക്ക് ഹമ്പ് അടയാളപ്പെടുത്തിയാൽ കാണാം. തിളങ്ങുന്ന നിറം ഉപയോഗിച്ച് പെയിന്റ് അടിച്ചാൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. പലതിലും പെയിന്റ് മാഞ്ഞുപോയതാണ് പ്രശ്നം. പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത് കാരണം തല മുകളിലിടിച്ച് പരിക്കേറ്റ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോഡിലെ ഇത്തരം പ്രശ്നങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് സ്വാഗതാർഹമാണെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഒമാനിൽ വാഹനങ്ങളുടെ മുൽക്കിയ കാലാവധി 1 വർഷത്തിൽ കൂടുതൽ ഇനി നീട്ടാം. വർഷം തോറും പരിശോധന ആവശ്യമില്ലാത്ത വാഹനങ്ങൾക്ക് 1 വർഷത്തിൽ കൂടുതൽ ഇൻഷുറൻസ് കാലാവധി ഉണ്ടെങ്കിൽ ആ കാലയളവിലേക്ക് രജിസ്ട്രേഷൻ നീട്ടി നൽകുമെന്ന് ROP അറിയിച്ചു. രാജ്യത്ത് കെട്ടിട നിർമ്മാണ മാലിന്യങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ്. പൊതുസ്ഥലങ്ങളിലോ തുറന്ന സ്ഥലങ്ങളിലോ വാദികളിലോ മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയാൽ 1000 റിയാൽ പിഴ ഈടാക്കും. കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കും. മാലിന്യം 1 ദിവസത്തിനുള്ളിൽ തന്നെ നീക്കുകയും വേണം. മാലിന്യം തള്ളുന്നത് നിരീക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മസ്കറ്റ് ഗവർണറേറ്റിലുടനീളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിവേചനരഹിതമായ മാലിന്യം തള്ളുന്നത് പാരിസ്ഥിതിക അപകടങ്ങൾ ഉണ്ടാക്കും. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭയുടെ കീഴിൽ ശക്തമാക്കി. അതേസമയം മാലിന്യത്തിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും കരാറുകാർക്കും ട്രക്ക് ഡ്രൈവർമാർക്കും ഉണ്ടായേക്കാവുന്ന കനത്ത പിഴകളെക്കുറിച്ചും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. പരിസ്ഥിതി സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ കരാറുകാരും വസ്തു ഉടമകളും ബാധ്യസ്ഥരാണെന്നും മുനിസിപ്പാലിറ്റി ഓർമ്മിപ്പിച്ചു. സുരക്ഷിതമായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കിയാൽ മാത്രമേ വൈദ്യുതി, വെള്ളം തുടങ്ങിയ യൂട്ടിലിറ്റികൾക്കുള്ള അംഗീകാരം, ലൈസൻസുകളും നൽകുകയുള്ളൂ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിവിധ കേരള സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വീണ്ടും റദ്ദാക്കി. ഇന്ന് മസ്കറ്റിനും കൊച്ചിക്കും ഇടയിലുള്ള സർവീസ് നടത്തില്ലെന്ന് കമ്പനി ഇന്നലെ തന്നെ യാത്രക്കാർക്ക് വിവരം നൽകി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർവീസ് റദ്ദാക്കുകയും കണ്ണൂർ സർവീസ് ഏറെ വൈകുകയും ചെയ്തിരുന്നു. അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ടവരും കൃത്യസമയത്ത് നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും മറ്റ് വിമാന കമ്പനികളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഗൾഫിലെ വിവിധ സെക്ടറുകളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം പിൻവലിച്ചതിന് ശേഷവും ഇടയ്ക്കിടെ സർവീസുകൾ റദ്ദാക്കപ്പെടുന്നത്. സമരം പിൻവലിച്ചിട്ടും താളം തെറ്റിയ നിലയിൽ തുടരുകയാണ് വിവിധ സർവീസുകൾ. വരും ദിവസങ്ങളിലും ചില സർവീസുകൾ റദ്ദാക്കപ്പെട്ടേക്കുമെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ നൽകുന്ന സൂചന. നേരത്തെ ടിക്കറ്റ് സ്വന്തമാക്കി വെച്ചവർക്ക് മറ്റു വിമാന കമ്പനികളുടെ സർവീസുകളെ ആശ്രയിക്കാനും സാധിക്കില്ല. ഇതിനിടെ അടുത്ത മാസങ്ങളിൽ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഉൾപ്പെടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതര വിമാന കമ്പനികളുടെ ടിക്കറ്റുകൾ തേടിയെത്തുന്നത് വർദ്ധിച്ചതായി ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു.